മുണ്ടക്കൈ ചുരലമൽ ഉരുൾപൊട്ടലിൽ സർക്കാരിൻ്റെ പുനരധിവാസം നീളുന്നുവെന്ന് പരാതി. 975 പേരാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. 404 കുടുംബങ്ങൾ കൂടി സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്ക് മാറിക്കഴിഞ്ഞു. സർക്കാർ എത്ര കാലം വാടക നൽകും എന്നതിൽ ഒരു വ്യക്തത വേണമെന്നാണ് ദുരിതബാധിതർ ആവശ്യപ്പെടുന്നത്. മുണ്ടക്കൈയിൽ നിന്ന് ബിപിൻ സി വിജയൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ബിപിൻ സി വിജയൻ. അവിടെ മഴയുണ്ടോ ബിപിൻ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് SK. ഇന്ന് മഴയുണ്ട്. ഇന്നലെ രാവിലെയും മഴയുണ്ടായിരുന്നു. പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മഴ മാറി പിന്നീട് വെയിൽ വരികയായിരുന്നു. ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള കോടമഞ്ഞ് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ആ ഒരു പ്രദേശം ഉൾപ്പെടെ മേപ്പാടിയിലൊക്കെ നല്ല രീതിയിലുള്ള കോടമഞ്ഞാണ് ഉണ്ടാവുന്നത്. ഈ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധത്തിലുള്ള സഹായവും പരിശ്രമവും ഈ ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവർ വാടക വീടുകളിലേക്ക് പോകുമ്പോൾ ഗൃഹോപകരണങ്ങൾ എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നടപടി ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഇതിനൊക്കെ ഒരു വേഗത കുറച്ചുകൂടി വേണമെന്നൊരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തതയും വേണം ഇവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ച്. ഈ പുനരധിവാസത്തിൽ പ്രധാനമായും 10 സ്കൂളുകളിലായിട്ടാണ് ഇപ്പോഴും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്കൂളുകൾ തുറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റേണ്ടതുണ്ട്. പലരും ഈ സ്കൂളിൽ നിന്ന് സ്വമേധയാ നിങ്ങളുടെ വീടിന് മറ്റ് കേടുപാടുകളൊന്നുമില്ലെങ്കിൽ തിരിച്ചു പോകണമെന്നുള്ളൊരു ആവശ്യം പറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ പ്രദേശത്ത് ഇനിയും താമസിക്കാൻ സാധിക്കുമോ? ഈ ചുരൽമല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇനിയും താമസിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതിന് ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ റിപ്പോർട്ട് 25-നാണ് നൽകുന്നത്. ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അപ്പോൾ അതുവരെയും ക്യാമ്പ് പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്നുള്ളത്, ഇപ്പോഴും ക്യാമ്പുകളിൽ 975 പേരുണ്ട്. അപ്പോൾ ഇത്രയും പേരെ ഇനിയും പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. പലരും വാടക വീട് കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി കഴിഞ്ഞു. ഈ പ്രദേശത്ത് 6000 രൂപയാണ് സർക്കാർ വാടക ഇനത്തിൽ കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു പണത്തിന് ഉള്ള വാടക വീട് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. മേപ്പാടി, വൈത്തിരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ലഭിക്കുന്നില്ല. സർക്കാർ കണ്ടെത്തിയ പ്രദേശങ്ങളാണെങ്കിൽ കുറച്ച് ദൂരെയുമാണ്. അവിടെ പോയി താമസിക്കാനോ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന കൂലിവേലയ്ക്ക് പോകാനോ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരുമായുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രം മാറ്റണം എന്നുള്ള ആവശ്യമാണ് പറയുന്നത്. ഇന്നായിരുന്നു സർക്കാർ പറഞ്ഞ 20-ാം തീയതിക്കുള്ളിലൊക്കെ ക്യാമ്പുകളിലേക്ക് മാറ്റി തുടങ്ങുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതും ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ക്യാമ്പുമായി കഴിഞ്ഞ 15 ദിവസമായി പ്രവർത്തിക്കുന്ന RRT സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള ഹൈദർ കൂടെ ചേരുന്നുണ്ട്. എന്താണ് ക്യാമ്പിലെ ഒരു നിലവിലെ അവസ്ഥ? സ്കൂളുകളിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അതെ. ഇപ്പോൾ മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂൾ ക്യാമ്പിലെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 75% ആളുകളും ബന്ധുവീടുകളിലേക്കും അതുപോലെ തന്നെ വാടക വീടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ബാക്കി വരുന്ന ഈ കുടുംബങ്ങളുടെ കാര്യത്തിലും വളരെ വേഗത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കണം. കാരണം നമുക്ക് സ്കൂളുകൾ തുറക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ മകൾ, രണ്ടാമത്തെ മകൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളൊക്കെ തുറന്ന് പഠനവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഏകദേശം ഒരു 20 ദിവസത്തോളമായിട്ട് എൻ്റെ മക്കളൊക്കെ പഠനത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് വരികയാണ്. അപ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്കൊരു ആശങ്കയുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യങ്ങൾ ക്യാമ്പിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ആശങ്ക നിലവിൽ നിൽക്കുന്നുണ്ടോ? അവർ വീടുകളിലേക്ക് മാറുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാർ കണ്ടെത്തിയതൊക്കെ ഇപ്പോൾ അടുത്ത പഞ്ചായത്തുകളായ അമ്പലവയൽ, മീനങ്ങാടി, വൈത്തിരി ഏകദേശം ഒരു 25-30 കിലോമീറ്ററോളം വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് അവർ ചെയ്തിരുന്ന ജോലികൾ, ഇപ്പോൾ എസ്റ്റേറ്റ് തൊഴിലാളിയാണെങ്കിൽ അവർക്ക് ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ പ്രയാസമുണ്ട്. ദൂരം വരുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് വലിയൊരു പ്രയാസമാണ്. അതുകൊണ്ട് ഇവർ മടങ്ങാൻ ഒരു വിമുഖത, ഒരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ എടുത്തിട്ട് നമുക്ക് എല്ലാം സ്കൂളുകളും തുറക്കണം, അതുപോലത്തെ ഇവരെ പുനരധിവാസം എളുപ്പത്തിലാകണം. എല്ലാത്തിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അതെ SK, ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ 6000 രൂപയ്ക്ക് അപ്പോൾ വാടക വീട് കിട്ടാത്തവർ താൽക്കാലികമായി ബന്ധുവീടുകളിലേക്ക് മടങ്ങുന്നുണ്ട്. പക്ഷേ ഈ വാടക എത്ര കാലം സർക്കാർ നൽകും എന്നുള്ളതിലും ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. അതിന് ഇവരുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്, ഇതിനു മുൻപ് ഇവിടെ പുത്തുമല ദുരന്തമുണ്ടായിരുന്നു. ഈ ദുരന്ത സമയത്ത് ഇവിടെ നിന്നും വാടക വീടുകളിലേക്ക് മാറ്റിയവർക്ക് വളരെ കുറച്ചു കാലം മാത്രമാണ് സർക്കാരിൻ്റെ വാടക ലഭിച്ചത്. പിന്നീട് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ള അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ ക്യാമ്പുകളിൽ പടരുന്നുണ്ട്. അത് ഇവരെ സംബന്ധിച്ച്
സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു നീറ്റലുണ്ടാക്കും. കാരണം ഇനി എത്ര കാലം എന്നുള്ളൊരു ആശങ്ക ഇവർക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ അതിലൊരു കൂടുതൽ ഉറപ്പ് നൽകുക, ഇനി ഒരു പുതിയ വീട് നിർമ്മിച്ച് നൽകുന്നത് വരെയുള്ള വാടക കൊടുക്കുമോ അല്ലെങ്കിൽ എത്ര കാലം നൽകും എന്നതിലൊക്കെ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളത് തന്നെയാണ് നിലവിലെ ആവശ്യം. പുനരധിവാസത്തിൻ്റെ ചർച്ചകൾ തന്നെയാണ് വയനാട്ടിൽ സജീവമായി നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ ഇന്നും ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ, സൂക്ഷ്മമായ പരിശോധനകൾ, വീടിൻ്റെ ഭാഗത്ത് നിന്ന് രേഖകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ഇന്നും നടക്കും. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. നമുക്കപ്പം മുണ്ടക്കയിൽ നിന്നാണ് വിജയൻ ചേർന്നത്. അല്ലമീൻ പറയുന്നു, സിനിമയിൽ മാത്രമല്ല മിക്കവാറും എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി പോലുള്ള ഒരുപാട് കരുതൽ നടപടികൾ ഉള്ളതുകൊണ്ട് പല സ്ഥലത്തും ഇത്തരം സ്ത്രീ ചൂഷണങ്ങൾ വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നത് പോലുമില്ല എന്നുകൂടി അല്ലമീൻ മനസ്സിലാക്കുക. ലിസി ചോദിക്കുന്നത്, സാർ ഫാമിലി ആയിട്ടാണോ ടൂർ പോയത്? ഫാമിലിയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയതിൽ ചില ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ 24 എന്നുള്ള ചാനലിലെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ആളുകൾ കാണണ്ടേ, അതൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് വളർത്തണ്ടേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് പ്രേക്ഷകരോട് പറയാം, നമ്മളൊരു കുടുംബമായിട്ട് 24 കണക്ട് വഴി നമ്മൾ ഈ നമ്മുടെ നാടിന് അപ്പുറത്തുള്ള ആൾക്കാരെ കൂടി ഇതിൻ്റെ കുടക്കീഴി നമുക്ക് കയറ്റണം. അങ്ങനെയുള്ള ചില ശ്രമങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്.